ഹായ് എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. +2ൻ്റെ കൂടെ ബോർഡ് എക്സാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളുടെ മെജോറിറ്റി പേർക്കും ഇപ്പോൾ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ +1 ശരിക്കും വൃത്തിക്ക് പഠിച്ചിട്ടില്ല, +1 കുറേ ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്, ഇനി +2 പഠിക്കാൻ കിടക്കുകയാണ്. അപ്പം ഇതെല്ലാം കൂടെ പഠിക്കാൻ കഴിയുമോ, ബോർഡ് എക്സാമിന് കൂടെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി പഠിച്ചാലും കിട്ടുമോ, അങ്ങനത്തെ ഒരുപാട് ടെൻഷൻസ് ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. ഇനി അങ്ങോട്ട് 8 മാസക്കാലുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങോട്ട് ഒരു പെൻഡിങ്ങും നിങ്ങൾ വരുത്താൻ പാടില്ല. +2-ൽ +1-ലെ പെൻഡിങ് ഒക്കെ തീർക്കാനുള്ള ടൈം നമുക്കുണ്ട്, ഇനഫ് ടൈം നമുക്കുണ്ട്. ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളെ കൊണ്ട് എന്തായാലും പറ്റും എന്നുള്ള കാര്യത്തിലൊന്ന് ചിന്തിക്കുക. ഇനി കുറേ പേരുണ്ട് ഇപ്പോൾ പഠിക്കുന്നില്ല, നീറ്റ് തന്നെയാണ് ലക്ഷ്യം, പക്ഷേ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക, +2 അല്ലേ, +2-ന് കൂടെ ഒന്നും കിട്ടൂല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുക, ഒരു 1 ഇയർ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അങ്ങനെ നിൽക്കുന്ന മെൻറ്റാലിറ്റിയിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വൻ മണ്ടത്തരാണ് കേട്ടോ. കാരണം ഈ നീറ്റ് എക്സാം ആർക്ക് വേണ്ടി നടത്തുന്നത്? +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. +2-ൽ പഠിക്കുന്ന കുട്ടികൾ +2 കഴിഞ്ഞിട്ട് MBBS ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനടക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ഈ നീറ്റ് എക്സാം. അതല്ലാണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടല്ല നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യേണ്ടത്. +2-ൻ്റെ കൂടെ തന്നെ +1 +2 പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതേ സിലബസ് തന്നെയല്ലേ ബോർഡ് എക്സാമിനുള്ള സെയിം കണ്ടന്റ് തന്നെയാണ് നമുക്ക് നീറ്റിന് പഠിക്കാനുള്ളത്. ആ മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. സെയിം സിലബസ് സെയിം കണ്ടന്റ് ആണുള്ളത്. അപ്പോൾ അത് തന്നെ +2-ൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടത്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് +2-ൻ്റെ കൂടെ കിട്ടാതെ പോകുന്ന ടൈമിലാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാനേ പാടുള്ളൂ. അല്ലാണ്ട് ഇപ്പോഴേ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ +2-ന് കൂടെ തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. റീസെൻ്റ് ആയിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം ഇതിനകത്ത് മെജോറിറ്റി പേരും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി തരുമെന്നാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പം എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആളുകളായിരിക്കും. എല്ലാവരും +2 സ്റ്റുഡൻസ് തന്നെയാണ്, പക്ഷേ +2 ഇൻ്റഗ്രേറ്റഡ് പഠിക്കുന്നവരുണ്ടാവും, ഇനി സെൽഫ് സ്റ്റഡി പഠിക്കുന്നവരുണ്ടാവും, ജസ്റ്റ് ബോർഡ് എക്സാമിന് ട്യൂഷൻ മാത്രം പോകുന്നവരുണ്ടാവും, എൻട്രൻസ് ട്യൂഷന് പോകുന്നവരുണ്ടാവും, അതന്നെ ഹോളിഡേ ബാച്ച് ഉണ്ടാവും, ഈവനിങ് ബാച്ച്. നിങ്ങൾ എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാടെ ഒരൊറ്റ ടൈം ടേബിൾ അല്ലല്ലോ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എല്ലാവർക്കും പാടെ ഉതകുന്ന രീതിയിലൊരു ടൈം ടേബിളോ അല്ലെങ്കിൽ ഷെഡ്യൂളോ പറഞ്ഞു തരൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസും സ്ട്രാറ്റജീസുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കുന്ന ആളായിക്കോട്ടെ, സെൽഫ് സ്റ്റഡി പഠിക്കുന്ന ആളായിക്കോട്ടെ, എൻട്രൻസ് ട്യൂഷന് പോകുന്നവരായിക്കോട്ടെ, ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കൂടെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡേ വൈസ് പ്ലാനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും കിട്ടുന്ന ഒരു കാര്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് +2-ലെ ചാപ്റ്റേഴ്സ് ആയിരിക്കും അല്ലേ. ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും, ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേനും എന്തായാലും ചാപ്റ്റേഴ്സ് ഒക്കെ തീരും +2 ഒക്കെ. അപ്പോൾ അതുവരെ നിങ്ങൾ ചെയ്യേണ്ട എന്താ, കൃത്യമായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുക. ഇനി അങ്ങോട്ട് ഒന്നും പെൻഡിങ് വരുത്തൂല എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് ടീച്ചേഴ്സ് പഠിപ്പിച്ച് തരുന്നത് കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആക്കിയിട്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് തന്നെ പഠിച്ചിട്ട് പോകണം. നമ്മൾ തിയറി പഠിക്കേണ്ടത് ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ക്ലാസ് ഉണ്ടാവില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചൊരു 4-5 ഒക്കെ നമുക്ക് സെൽഫ് സ്റ്റഡിക്ക് ടൈം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുണ്ട്, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, NCERT വായിക്കണം, റിവിഷൻ ചെയ്യണം, പെൻഡിങ് ഉള്ളത് തീർക്കണം, അങ്ങനത്തെ കുറേ പരിപാടികൾ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിയറിയും 1 by 1 ആയിട്ട് പഠിക്കാനുള്ള ടൈം നമുക്ക് കിട്ടില്ല. നമ്മൾ തിയറി എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ക്ലാസ്സിൽ നിന്ന് പഠിക്കണം. അതിനി നമ്മളെ സെൽഫ് സ്റ്റഡി ടൈമിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. സെൽഫ് സ്റ്റഡിന് ജസ്റ്റ് നമ്മളെ തിയറി റിവിഷൻ ചെയ്യലും ബാക്കി അത്രയും ടൈം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലും, മുന്നേ പഠിപ്പിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് +1 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക, മോക്ക് എക്സാം എഴുതുക, ഇതൊക്കെയാണ് നമ്മൾ സെൽഫ് സ്റ്റഡി ടൈമിൽ ചെയ്യേണ്ടത്. തിയറി പാട്ട് നിർബന്ധമായിട്ടും കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ക്ലാസ്സിൽ നിന്ന് പോരാൻ പാടുള്ളൂ. എന്തെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടാവുമല്ലോ, അങ്ങനെ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യൂലേ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താ, ഈ അന്ന് തന്നെ ചെയ്യണം കേട്ടോ. അത് അന്നെടുത്തിട്ടുള്ള ആ ലെക്ചർ നോട്ട് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചിട്ട് പോകുക. അതിനി വായിക്കാൻ കുറേ ടൈമൊന്നും എടുക്കരുത്. ഒരു അരമണിക്കൂർ, മാക്സിമം അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ആ പരിപാടി തീർക്കണം. ലെക്ചർ നോട്ടിലൂടെ വേഗം ഓരോ കോൺസെപ്റ്റ് വായിച്ച് പോകുക. എല്ലാം ക്ലിയർ അല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. ഒരു ടോപ്പിക് വായിച്ചതിന് ശേഷം ഈ കോൺസെപ്റ്റ് ഇതാണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. വേഗം അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ ടൈമൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു ഹെഡിങ് വായിക്കുക, ഇത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്, അടുത്ത് വായിക്കുക, ഇവിടെ ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമുക്കൊന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും അപ്പം നമുക്ക് വായിക്കുമ്പോൾ
ടൈമിൽ സമയത്തേക്കും ഇത് പറയാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു സംഭവം വായിക്കുന്ന ടൈമിൽ ഇത് അത്ര അങ്ങോട്ട് ക്ലിയർ ആവാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അവിടെ സ്റ്റാർ മാർക്ക് ഇട്ടേക്കുക, തൊട്ടടുത്ത ദിവസം ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അത് ക്ലിയർ ആക്കണം. അപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് അത് ചെക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതന്നെയായിരിക്കും. കാരണം നമ്മളൊരു ഡൗട്ട് നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് പല വഴിക്കും അത് പോകും. അപ്പോൾ അതുകൊണ്ട് ഫോൺ എടുക്കാതെ നിൽക്കണം തന്നെയായിരിക്കും നല്ലത്. ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. പിന്നെ അന്നത്തെ ദിവസം അത് ചെയ്യുക. പിന്നെ അന്നത്തെ ടോപ്പിക്കിൻ്റെ NCERT എക്സാമ്പിൾ നിർബന്ധമായിട്ടും അന്ന് തന്നെ ചെയ്തിട്ട് പോകുക. NCERT എക്സസൈസ് ചിലപ്പോൾ അന്ന് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാരില്ല, NCERT എക്സാമ്പിൾ എന്തായാലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് പെൻഡിങ് വരുത്താൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കോൺസെപ്റ്റ് പഠിക്കാൻ ഇനി ഒരിക്കലും പെൻഡിങ് ആവാൻ പാടില്ല. കോൺസെപ്റ്റ് കൃത്യമായിട്ട് ക്ലിയർ ആയിരിക്കണം. അതുപോലെ അതാത് ചാപ്റ്റേഴ്സിൻ്റെ NCERT എക്സാമ്പിളും ചെയ്തിരിക്കണം. ഇനി ചെയ്യേണ്ടത് ആ ടോപ്പിക്കിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ ടൈം ഇട്ടുന്നുണ്ടോ നോക്കുക. ഇത് രണ്ടും എന്തായാലും ചെയ്യണം. ലെക്ചർ നോട്ട് ജസ്റ്റ് വായിക്കുക, പിന്നെ ആ ടോപ്പിക്കിൽ വന്നിട്ടുള്ള NCERT എക്സാമ്പിൾ ചെയ്യുക. ഇനി ഞാൻ +1 പെൻഡിങ് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതും കൂടെ ചെയ്തിട്ട് ബാക്കി ടൈം അന്നത്തെ ദിവസത്തിൽ ടൈം കിട്ടുകയാണെങ്കിൽ മാത്രം ആ ടോപ്പിക്കിൻ്റെ MCQ ചെയ്താൽ മതി. ഇനി കമ്മിങ് ടു +1 പലർക്കും ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടാവും. കുറേ ചാപ്റ്റേഴ്സൊക്കെ പെൻഡിങ് ഉള്ളവരുണ്ടാവും, ചിലപ്പോൾ തിരെ പഠിക്കാത്തവരുണ്ടാവും കേട്ടോ. സാരില്ല. എന്തായാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് വെച്ചാൽ +1 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യുക. ആ ചാപ്റ്റേഴ്സിനെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യണം. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 3 വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തീരെ പഠിച്ചിട്ടില്ല, ഇത് കോൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ടില്ല, ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ ചാപ്റ്ററായിട്ട് നമ്മൾ തീരെ ബന്ധമില്ലാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, അത് ലെവൽ 3 ഉൾപ്പെടുത്തുക. ഇനി ലെവൽ 2 വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് പക്കയാണ്, കോൺസെപ്റ്റ് ഒക്കെ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്, പക്ഷെ വേണ്ടത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇനി ലെവൽ 1 വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ക ഫുൾ കംപ്ലീറ്റ് ആണ്. ഇത് കോൺസെപ്റ്റ് ഒരു പെൻഡിങ് ഉണ്ടാവില്ല, കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആക്കി ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ലെവൽ 1 വെക്കുക. ഓർമ്മ ഉണ്ടാവുമെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ അന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. +1 നല്ല വൃത്തിക്ക് ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഉദാഹരണത്തിന് സ്ട്രെയിറ്റ് ലൈൻ എടുത്തു, മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തെടുത്ത ചാപ്റ്ററാണ്. ചിലപ്പോൾ ഇപ്പോൾ നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ ചില കോൺസെപ്റ്റ് ചില ഇക്വേഷനൊക്കെ മറന്നുപോയിണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും മറക്കും. അന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് ഈ 3 ലെവൽ 1 ചെയ്ത് അതിൽ നിങ്ങൾക്ക് തോന്നുന്ന ചാപ്റ്റേഴ്സ് ചെയ്താൽ, ലെവൽ 2 കിടക്കുന്ന ചാപ്റ്റേഴ്സ് ചെയ്താൽ, ലെവൽ 3 ഹെഡിങ് കൊടുക്കുക, അതിൽ കിടക്കുന്ന ചാപ്റ്റേഴ്സ് ചെയ്താൽ. അന്ന് പഠിച്ചത് ഇനി ഇപ്പോൾ ഓർമ്മയില്ലാത്തൊന്നും കൊണ്ട് അപ്പോൾ എല്ലാ ലെവൽ 3 കിടക്കുക, ഒന്നും കോൺസെപ്റ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, അന്ന് ചിലപ്പം നമുക്കറിയില്ലേ അന്ന് പഠിച്ച ചാപ്റ്റർ ഏതൊക്കെയാണെന്നൊക്കെ, അതിനനുസരിച്ചിട്ട് ഡിവൈഡ്. +1 നല്ലോണം പഠിച്ച ഒരാളാണെങ്കിൽ മെജോറിറ്റി ചാപ്റ്റേഴ്സും കിടക്കുന്നത് ലെവൽ 1 ലെവൽ 2 ആയിരിക്കും. തീരെ പഠിക്കാത്തവരാണെങ്കിലോ ലെവൽ 1 ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല, ഒക്കെ ലെവൽ 2 ലെവൽ 3 ആയിരിക്കും. അതൊന്നും സാരല്ല, ഈ തീരെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടണമെന്നേ ഉള്ളൂ, അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല, ഒക്കെ നമുക്ക് തീർക്കാവുന്നതന്നെ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ലെവൽ 3 ചാപ്റ്റേഴ്സാണ് തീർക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഒന്നായിട്ട് ഷെഡ്യൂൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ, ഓരോ ചാപ്റ്റർ വൈസ് ഷെഡ്യൂൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതിനകത്തുള്ളത് ഫ്ലൂയിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ് ഒക്കെ ലെവൽ 3 ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഫ്ലൂയിഡ്സ് September 1 to September 10 വരെ ഫ്ലൂയിഡ്സ് ഇട്ടു, September 10 to September 20 വരെ തെർമോഡൈനാമിക്സ് ഇട്ടു. അങ്ങനെ ഒന്നായിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ ഫ്ലൂയിഡ്സിന് ഏകദേശം എത്ര ദിവസം വേണം എന്നുള്ളത് നിങ്ങൾ നോക്കുക, ആ ചാപ്റ്റർ മാത്രം ഷെഡ്യൂൾ കൊടുക്കുക. നമ്മൾ തീരെ ഷെഡ്യൂളൊന്നും ചെയ്ത് ഒരു ടാർഗറ്റ് ഒന്നും വെച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോയിപ്പോൾ പിന്നെ ഒരു മാസം ഫുള്ള് ഫ്ലൂയിഡ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ഫ്ലൂയിഡ്സ് തീർക്കണം, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. വിചാരിച്ച് മന്ത് ഒന്നായിട്ട് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഥവാ ഒന്നങ്ങോട്ട് മിസ്സായി കഴിഞ്ഞാൽ ഫുൾ തെറ്റിപ്പോകും. അപ്പോൾ നമുക്കത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ചാപ്റ്റർ വൈസ് ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്ലൂയിഡ്സ്, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഫ്ലൂയിഡ്സ് ആണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഫ്ലൂയിഡ്സ് ചെയ്യേണ്ടത് ഫുൾ കംപ്ലീറ്റ് ആ ചാപ്റ്റർ ക്ലാസ് കാണുകയല്ല വേണ്ടത്, ജസ്റ്റ് 1 ഷോട്ട് വീഡിയോസ് ഉണ്ടാവും, യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നാണെങ്കിൽ ചിലപ്പോൾ അവിടെ 1 ഷോട്ട് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആയിരിക്കൂലേ അവരുടെ ആപ്പിലൊക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ 1 hour 2 hourലുള്ള 1 ഷോട്ട് വീഡിയോസ് വേണം കാണാൻ. അല്ല കംപ്ലീറ്റ് ആയിട്ട് ഒന്നിന്ന് തുടങ്ങി ക്ലാസ്സൊക്കെ കണ്ട് ഇരുന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിനുള്ളൊരു റിസൾട്ട് വരില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കിനി കുറച്ച് ലിമിറ്റഡ് ടൈമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പെൻഡിങ് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് മൊത്തം നമ്മൾ തീർക്കണം. അപ്പോൾ അവിടെ സ്മാർട്ട് വർക്ക് ചെയ്യണം. ആരാണോ ഉള്ള സമയത്തിന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് അവരാണ് കയറി വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള സമയം 1 ഷോട്ട് വീഡിയോസ് മാത്രം കാണുക, കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറി ക്ലാസ് ഒന്നും കാണാൻ നിൽക്കരുത്. ഇങ്ങനത്തെ 1 ഷോട്ട് വീഡിയോസ് ഒക്കെ കാണുക. ഈ 1 ഷോട്ട് വീഡിയോസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ചില
ടോപ്പിക്സിനായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും വൺ ഷോട്ടിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിന് തീരെ ചോദിക്കാത്ത ചില മൈനർ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവില്ലേ, അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇന്ന എല്ലാ ടോപ്പിക്സും എല്ലാ കോൺസെപ്റ്റും വൃത്തിക്ക് പറഞ്ഞ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് വൺ ഷോട്ട് വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് പഠിക്കുന്നതായിരിക്കും നന്നാവുക. അത് കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ബുക്ക് എടുത്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫ്ലൂയിഡ്സ് എടുത്തു, വൺ ഷോട്ട് വീഡിയോ കണ്ടു, കോൺസെപ്റ്റ് ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ +1 ലെക്ചർ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പഠിക്കുകയും ക്ലാസ് കാണുമെന്ന് ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ എന്നാൽ ലെക്ചർ നോട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വൺ ഷോട്ട് കണ്ടിട്ട് ഈ ലെക്ചർ നോട്ട് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം കേട്ടോ. അക്സസറീസും സ്റ്റേറ്റ്മെൻറ്റും MCQ എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ ചില ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീരെ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ കോൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആക്കണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ കോൺസെപ്റ്റ് മാത്രം സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ലെക്ചർ ക്ലാസ് കാണാം. മനസ്സിലായോ? ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽ കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് കാണുക. എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് MCQ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിലിംഗ് വേണം, ഈ കോൺസെപ്റ്റ് കുറച്ചും കൂടെ കാണണം, അങ്ങനെ തോന്നുന്ന ചില കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, അത് എല്ലാ ടോപ്പിക്കൊന്നും ഉണ്ടാവില്ല, ചിലത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മെമോനീറ്റ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിനകത്ത് പ്രത്യേകം എന്താ വെച്ചാൽ ഇവർ ഓരോ ചാപ്റ്ററിനകത്ത് മൈൻഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സിലൊരു ചാപ്റ്റർ 3-4 പേജിനകത്ത് കംപ്ലീറ്റ് തിയറി ഉൾപ്പെടുത്തിയിട്ടുള്ള മൈൻഡ് മാപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വൺ ഷോട്ട് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഈ മൈൻഡ് മാപ്പ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആയിട്ടുണ്ടാവും. ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്ന ഇക്വേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യമാണത്. കളർ നോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ ഒരു മടുപ്പില്ലാണ്ട് എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന മൈൻഡ് മാപ്സ് ആണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ഏകദേശം എല്ലാ ഐഡിയയും കിട്ടൂലേ. എന്നിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാ ടൈപ്പും NTA നീറ്റിന് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അപ്പോൾ അസേർഷൻ റീസൺ ഒക്കെ നമുക്കത് ഭയങ്കര ഇടങ്ങാറായിരിക്കും. പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അസേർഷൻ റീസൺ അല്ലേ. നമ്മൾ എത്ര പഠിച്ചാലും എത്ര ചെയ്താലും അത് തെറ്റിപ്പോകും. അപ്പോൾ അതിന് നമ്മൾ അത്രത്തോളം അസേർഷൻ റീസൺ പ്രാക്ടീസ് ചെയ്യണം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അസേർഷൻ റീസൺ മാത്രമായിട്ടൊക്കെ എവിടുന്നാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് മെമോനീറ്റ് ആപ്പിൽ അവർ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അസേർഷൻ റീസൺ മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് ചെയ്യുന്ന ടൈമിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ള സമയത്ത് ചിലപ്പോൾ 1-2 ഒക്കെ അസേർഷൻ റീസൺ കാണുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയൊന്നും ചെയ്താൽ പോരാ. ഒരു ക്വസ്റ്റ്യനിൽ മാക്സിമം നമ്പർ ഓഫ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ഒരു 20-30 ഒക്കെ നമ്മൾ ചെയ്യണം. എന്നാലാണ് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഇവർ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിന് മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് പോയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. കാരണം അസേർഷൻ റീസൺ എന്തായാലും ചെയ്യണം. അതാണ് പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നത്. പിന്നെ അതുപോലെ NCERT ഫിസിക്സിലൊക്കെ ലൈൻ ബൈ ലൈൻ സെൻറ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ NCERT വായിക്കാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും ഇനിയിപ്പം +1 NCERT ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ വായിക്കണ്ട കേട്ടോ. കാരണം +2 കൂടെ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ +1 പെൻഡിങ്സ് തീർക്കണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ NCERT വായിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഇവർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഓരോ ലൈനിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഈ മെമോനീറ്റിൽ ആപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് റിവിഷൻസ് മുന്നോട്ട് പോകുക എന്നുള്ളത്. പക്ഷെ അത് ഭയങ്കര എനിക്ക് രസമായിട്ട് തോന്നിയിട്ടോ. കാരണം ഇവർ നമ്മുടെ ടെമ്പററി മെമ്മറിയിൽ നിന്ന് പെർമനൻറ്റ് മെമ്മറിയിലേക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും ആ ടെമ്പററി ടു പെർമനൻ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി കർവ് ഉണ്ടാവില്ലേ, ആ കർവ് ബേസ് ചെയ്തുകൊണ്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ടെക്നിക്സ് വെച്ചിട്ടാണ് ഇവർ റിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോൾ എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് പറഞ്ഞു തരും. പിന്നെ അതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട. അയ്യോ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ റിവിഷൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്നു വേണ്ട. കാരണം അവർ തന്നെ അത് എങ്ങനെ കൃത്യമായിട്ട് ഒരു ടെക്നിക്കൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ അത് റിവൈസ് ചെയ്യിപ്പിക്കുന്ന രീതിക്കാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ലെവൽ 3 കിടക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ തീർത്ത് പോകുക. ഇത് ഒരു ചാപ്റ്റർക്ക് ലെവൽ 3 ഓരോ ചാപ്റ്റർ അങ്ങനെ തീർത്ത് പോകണം. അപ്പം ഒരു ചാപ്റ്റർ എടുക്കുന്നു, അതിനൊരു 5 ദിവസം മാക്സിമം 7 ദിവസമൊക്കെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കുറേയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും തീരൂല. ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഒരു ചാപ്റ്റർ തീർക്കണം. നമ്മൾ ഇന്ന് ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 5ാമത്തെ ദിവസം ഞാൻ ഫ്ലൂയിഡ്സ് തീർക്കണം എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് തുടങ്ങുക. 5 ദിവസമായിട്ട് തീർന്നില്ലെങ്കിൽ സാരല്ല, ഒരു 1-2 ദിവസം എക്സ്ട്രാ എടുത്തിട്ട് തീർക്കുക. എന്നിട്ട് അടുത്ത ചാപ്റ്റർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫിസിക്സ് 1 കെമിസ്ട്രി 1 ഫിസിക്സ് 1 കെമിസ്ട്രി 1 അങ്ങനെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ലെവൽ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ അങ്ങനെ തീർക്കുക. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ പല വിട്ടു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക കേട്ടോ. വൺ ഷോട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ അത് വെച്ചിട്ട് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഷോർട്ട് നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്. ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഞാൻ ടെലഗ്രാമിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇനിയിപ്പോൾ ലെവൽ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ അങ്ങനെ തീർക്കുക.
ഇനി കമ്മിങ് ടു ലെവൽ 2 അതിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കി വെച്ചതായിരിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രം മതി. അതിൽ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ഷോർട്ട് നോട്ട് ഉണ്ടാക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഷോർട്ട് നോട്ട് ഉണ്ടാക്കാത്ത ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പഠിച്ചിട്ട് പോകുക. അതിനകത്ത് നിങ്ങൾ ഇനി വൺ ഷോട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അത്യാവശ്യം കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചാണല്ലോ. അപ്പോൾ കോൺസെപ്റ്റ് പഠിച്ച ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ലെക്ചർ നോട്ട് എന്തെങ്കിലും ഉണ്ടാവും, ലെക്ചർ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ നോട്ട് ഉണ്ടാവില്ലേ, മെറ്റീരിയൽ ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് വായിച്ച് പോകുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് നേരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലേക്ക് കടക്കുക. ഇനി ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നേരെ ആ ഷോർട്ട് നോട്ട് വായിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുക. ഇനി ലാസ്റ്റ് ലെവൽ 1 ചാപ്റ്റേഴ്സിലെത്തി. ലെവൽ 1 നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് മറന്നു പോയിട്ടുണ്ടാവും. കാരണം +1 പഠിച്ചതല്ലേ, ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് നോട്ട് ജസ്റ്റ് വായിച്ച് റിവിഷൻ നടത്തുക. ഇനി ഷോർട്ട് നോട്ട് ഉണ്ടാക്കാത്ത ചാപ്റ്റർ ആണെങ്കിലോ ജസ്റ്റ് അതിൻ്റെ നോട്ടൊന്ന് വായിച്ചിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചതാണല്ലോ. അങ്ങനെയാണ് ഫിസിക്സും കെമിസ്ട്രിയും തീർക്കേണ്ടത്. ഇനി ബയോളജി നോക്കുകയാണെങ്കിൽ ബയോളജി പെൻഡിങ് വരാൻ ആർക്കും സാധ്യത ഉണ്ടാവില്ല. കാരണം ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഏകദേശം എല്ലാവരും NCERT വായിച്ചിട്ട് തന്നെയാണല്ലോ ബോർഡ് എക്സാമിന് പഠിക്കുക. അപ്പം ബയോളജി അങ്ങനെ ചാപ്റ്റേഴ്സ് ഒന്നും പെൻഡിങ് വരാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്നാലും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 സെക്ഷനാക്കി മാറ്റുക. കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സും അല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സും. എന്നിട്ട് അതിന് ചെയ്യേണ്ടത് MCQ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുക, NCERT റിവൈസ് ചെയ്യുക. MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുക, NCERT റിവൈസ് ചെയ്യുക. ഈ രീതിയിലാണ് ഈ മെമോനി ടാപ്പിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ബയോളജി ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കുക. അപ്പോൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എടുത്തു, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എടുത്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 1, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2, പ്രീവിയസ് ഇയർ എയിംസ് ക്വസ്റ്റ്യൻസ്, ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ നിങ്ങൾ ലാസ്റ്റ് ചെയ്യാട്ടോ. അതിന് താഴോട്ട് നോക്കുക, ടോപ്പിക് വൈസ് NCERT ക്വസ്റ്റ്യൻസ്. ഇവർ ഇതിന് എത്ര ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, റൂട്ടിൽ 24, സ്റ്റെമ്മിൽ 14. ഒരു ഡെയിലി ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിക്ക് മാറ്റുക. അപ്പം ഫസ്റ്റത്തെ ദിവസം നിങ്ങൾക്ക് ഒരു 50 ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റത്തെ 3 പാട്ട് ഒരു ദിവസം, പിന്നെ അടുത്ത ഒരു 3 പാട്ട് അടുത്ത ദിവസം, പിന്നെ അടുത്ത 2 പാട്ട്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 1, 2, 3 ദിവസം കൊണ്ട് മോർഫോളജി ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഇതിനനുസരിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യുക, അതുപോലെ തീർക്കും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ മോർഫോളജിക്ക് 3 ദിവസം കൊടുക്കുക. ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റത്തെ 3 ടോപ്പിക്ക് തീർക്കും, സെക്കൻഡ് ഡേയിൽ അടുത്ത 3 ടോപ്പിക്ക് തീർക്കും, അടുത്ത ഡേയിൽ അടുത്ത 2 ടോപ്പിക്ക് തീർക്കും. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ ദിവസം വരുമ്പോൾ ഈ 3 ടോപ്പിക്കാണല്ലോ എന്നുള്ളത്. അപ്പോൾ അതിലൊരു ടോപ്പിക്ക് എടുക്കുക, ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ആ ടോപ്പിക്കിൽ NCERT വായിക്കുക. അങ്ങനെ ആവുമ്പോൾ വലിയ ഭാരമല്ലാണ്ട് ഇത് റിവൈസ് ചെയ്ത് പോയിക്കോളും. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ചാപ്റ്റർ തീർന്നതിന് ശേഷം ലാസ്റ്റ് ഒരു ദിവസം നിങ്ങൾ അസേർഷൻ റീസണിങ്ങും ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസും ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇങ്ങനെ ഓരോ ചാപ്റ്ററിലും നമ്മൾ അസേർഷൻ റീസണും ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടെ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത്തവണത്തെ നീറ്റ് നിങ്ങൾക്കറിയാം ജസ്റ്റ് പെരിഫറൽ ആയിട്ടല്ല ബയോളജിത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, കുറച്ച് ഡെപ്തിലോട്ട് ഇറങ്ങിയിട്ട് കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വൃത്തിയായിട്ട് വെറുതെ NCERT വായിച്ച് പോയ കുട്ടിക്ക് അത് കിട്ടൂല. നല്ലോണം കോൺസെപ്റ്റ് പഠിച്ച് ഡെപ്തിൽ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് സഹായിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ അസേർഷൻ റീസണിങ്, ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസും മോസ്റ്റ് ചലഞ്ചിങ്ങും. ഈ ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ബയോളജി നല്ല വൃത്തിയായിട്ട് ഷെഡ്യൂൾ ചെയ്യാനും പഠിക്കാനും പറ്റും. കാരണം ഇവർ കൊടുത്തിട്ടുള്ള ടോപ്പിക്കിനെ വെച്ചിട്ട് നിങ്ങളെ ഷെഡ്യൂൾ ചെയ്യുക. അതിനുശേഷം ലാസ്റ്റത്തെ ഒരു ദിവസം അസേർഷൻ റീസണിങ്ങിനും ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസിനും ചലഞ്ചിങ് ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത്രയും ചെയ്തിട്ട് നിർത്തുക. പിന്നെ ഇനി അടുത്ത റിവിഷൻ റൗണ്ടിൽ വരുന്ന ടൈമിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ആ ടോപ്പിക്കിൻ്റെ നോട്ട് വായിക്കുമ്പോൾ ഇവർ നല്ല രസകരമായിട്ട് കുറേ ഡയഗ്രാംസും ഫിഗേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നോട്ട് കൊടുത്തിട്ടുള്ളത്. കളർഫുൾ അട്രാക്റ്റീവ് നോട്ടാണ്. അപ്പോൾ അങ്ങനെ നോട്ടൊക്കെ വായിച്ചിട്ട് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നല്ല വൃത്തിക്ക് നോട്ട് വായിച്ച് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം NCERT വേഗം നമുക്ക് വായിച്ച് പോകാൻ പറ്റും. കാരണം മറ്റേ നമ്മൾ NCERT ഓരോ ലൈൻ ഫുൾ ലൈൻ ബൈ ലൈൻ ഒന്നായിട്ട് കൊടുത്തേക്കല്ലേ പാരഗ്രാഫ് പോലെ. അപ്പോൾ ചിലപ്പോൾ ചില ലൈനൊന്ന് വായിച്ച് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇവർ ഓരോ ലൈനിലെയും കോൺസെപ്റ്റ് ഫിഗർ ആക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം NCERT വായിക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ വേഗം വായിച്ച് പോകാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ പിന്നീട് റിവിഷൻ ചെയ്യുന്ന ടൈമിലൊക്കെ NCERT മാത്രം വെച്ചിട്ട് അങ്ങനെ റിവൈസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യുക. ഇനി ബയോളജിയുടെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കണോ, ലാസ്റ്റ് ടൈമിൽ എങ്ങനെ റിവൈസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചില്ലേ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുടെ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നതിന് പകരമൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി +1 ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് തന്നെ ആദ്യം മനസ്സിലാക്കണം എത്രയാണ് നമുക്ക് പെൻഡിങ് ഉള്ളതെന്നൊക്കെ. എന്നിട്ട് അത് ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിച്ചിട്ട് പോകുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പെട്ടെന്ന് സ്പീഡ് ആക്കണം കേട്ടോ.
കാരണം പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലസ് വണ്ണിലെ പെൻഡിങ് തീർക്കണം. ഓക്കെ, പ്ലസ് ടുവിൻ്റെ ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഡിസംബറിലാണോ ജനുവരിയിലാണോ തീരുന്നത്, ആ ടൈം ആകുമ്പോഴേക്കും നമ്മൾ പ്ലസ് വണ്ണിലെ പെൻഡിങ്ങിൽ നമ്മൾ തീർത്തിരിക്കണം. എങ്കിലും നമുക്ക് പിന്നെ ഫുൾ ചാപ്റ്റർ തീർന്നിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടും ഒരുമിച്ച് നമുക്ക് മോക്ക് എക്സാം എഴുതാനും റിവൈസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അത് തീർക്കുക. ഇനിയിപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ വൃത്തിക്ക് പ്ലസ് വൺ ഒക്കെ പഠിച്ചവരാണെങ്കിൽ, ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പഠിക്കുന്നവരൊക്കെ പ്ലസ് വൺ ഒക്കെ ഓൾറെഡി വൃത്തിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധ ചാപ്റ്റേഴ്സ് ഒക്കെ ലെവൽ 1 കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇടക്കിടക്ക് എന്നാലും അതിൻ്റെ ഇക്വേഷൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻസ് വെറുതെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ അത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാപ്റ്റേഴ്സ് ഒക്കെ തീരുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 കാര്യത്തിലാണ്. ഒന്ന്, പ്ലസ് ടുവിലെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. പ്ലസ് ടു കോൺസെപ്റ്റ് അറിയാത്തത് കാരണം അല്ലെങ്കിൽ അതിൽ ഇനി ഒന്നും പെൻഡിങ് വെക്കാൻ പാടില്ല. കഴിയുന്ന പോലെ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ഇനി പ്ലസ് വണ്ണത്തെ കോൺസെപ്റ്റും ക്വസ്റ്റ്യൻസും ഒന്നും ഇനി പെൻഡിങ് വെക്കാൻ പാടില്ല. എല്ലാ ചാപ്റ്റേഴ്സും പ്ലസ് ടുവിലെ ചാപ്റ്റേഴ്സ് തീരുമ്പോഴത്തേനും പ്ലസ് വണ്ണിലെ കംപ്ലീറ്റ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിരിക്കും. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഡിസംബർ ജനുവരി ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടാവുന്നത് എന്ത് മാത്രമായിരിക്കണം എന്നറിയോ? പ്ലസ് വൺ ചാപ്റ്റേഴ്സിൻ്റെ NCERT എക്സസൈസ്, അത് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ അതേമാതിരി പ്ലസ് ടുത്തെ ചാപ്റ്റേഴ്സിൻ്റെ NCERT എക്സസൈസും പ്ലസ് ടുവിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ MCQ ക്വസ്റ്റ്യൻസും അത് മാത്രമേ പെൻഡിങ് വരാൻ പാടുള്ളൂ. പ്ലസ് ടുത്തെ ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റ് പഠിക്കുന്നതിൽ പെൻഡിങ് വരാൻ പാടില്ല. പ്ലസ് വണ്ണിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും കോൺസെപ്റ്റ് ഒന്നും പെൻഡിങ് വരാൻ പാടില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പ്ലസ് ടുത്തെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങും. ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ 100 to 150 ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. പ്ലസ് വണ്ണിലെ പെൻഡിങ് തീർക്കുന്ന ടൈമിൽ അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരിക്കണം. പ്ലസ് ടുവിൽ ചിലപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 100 ഉം 150 ക്വസ്റ്റ്യൻസ് ഒന്നും എത്തിയെന്ന് വരില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 50 or 30 എത്ര നിങ്ങൾക്ക് ചെയ്യുന്ന പറ്റുന്ന അത്ര ചെയ്ത് വെക്കുക. അതിനുശേഷം കംപ്ലീറ്റ് പ്ലസ് ടുത്തെ ചാപ്റ്റേഴ്സ് തീർന്നിട്ട് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററും ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫസ്റ്റ് മുതൽ തുടങ്ങുക. ഇലക്ട്രിക് ചാർജസിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യും. ഒരു 50 ചെയ്തെങ്കിൽ ഒരു 100 കൂടെ ചെയ്ത് വെക്കുക. 100 ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 50 കൂടെ ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു 150 ക്വസ്റ്റ്യൻ ടാർഗറ്റ് വെച്ചുകൊണ്ട് എല്ലാ ചാപ്റ്ററും പ്ലസ് ടുത്തെ എല്ലാ ചാപ്റ്ററും തീർക്കണം. പ്ലസ് ടുത്തെ ടോപ്പിക്സ് പഠിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണം? ഫുൾ മോക്ക് എക്സാം ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്ററിൽ MCQ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഫുൾ മോക്കിൽ എല്ലാ ചാപ്റ്ററും ഒരുമിച്ചല്ലേ വരിക. ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റില്ല ഒരുമിച്ച് കാണുന്ന ടൈമിൽ. അപ്പോൾ ആ ഒരു സ്കില്ല് നമ്മൾ ഇങ്ങനെ ഫുൾ മോക്ക് എഴുതി തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ എഴുതാൻ തുടങ്ങുക. ഒന്നെങ്കിൽ ഡെയിലി എഴുതുക, ഡെയിലി 2 മണി to 5 മണി വരെ ഫുൾ മോക്ക് എഴുതുക, അല്ലെങ്കിൽ 1.5 എഴുതുക. എന്തായാലും മോക്ക് എഴുതാതിരിക്കരുത്. ഒരു 100 മോക്കെങ്കിലും നമ്മൾ ടാർഗറ്റ് വെക്കണം. എന്നിട്ട് എക്സാം എഴുതുക, അതിൻ്റെ അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബയോളജി മറന്നു പോയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ബയോളജി റിവൈസ് ചെയ്യുക. കോൺസെപ്റ്റ് മറന്നു പോയതുണ്ടെങ്കിൽ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യുക. അങ്ങനെ എക്സാം എഴുതി അനലൈസ് ചെയ്യാണ് പ്ലസ് ടുത്തെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിലൂടെ ഈ ഓരോ ചാപ്റ്റേഴ്സ് എത്തിക്കാത്ത ആ ഒരു 150 നമ്പർ എത്തിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, അതും അങ്ങനെ ചെയ്തിട്ട് പോകുക. പിന്നെ ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ ഓരോ ഫസ്റ്റ് ടേം എക്സാം, സെക്കൻഡ് ടേം എക്സാം, അങ്ങനെ എക്സാം വരുന്ന ടൈമിൽ മാത്രം ജസ്റ്റ് വായിച്ചിട്ട് പോയാൽ മതി. കാരണം കോൺസെപ്റ്റ് ഒക്കെ ഈ നീറ്റിന് പഠിക്കുന്ന തന്നെയാണല്ലോ ബോർഡ് എക്സാമിനുള്ളത്. ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ എഴുതാൻ പഠിക്കൽ നമ്മൾ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഒരു 1 വീക്കോ ഒക്കെ പഠിച്ചിട്ട് പോയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫുള്ളൊന്നും പഠിക്കേണ്ട. പിന്നെ അതുപോലെ ഇംഗ്ലീഷ്, മാത്സ് അതൊക്കെ നമ്മൾ ഈ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ബോർഡ് എക്സാമിൻ്റെ ടൈമിൽ 1 മന്ത് സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവും. അതിനിടയിൽ പഠിക്കുക. ഈ ഫസ്റ്റ് ടേം എക്സാം, സെക്കൻഡ് ടേം എക്സാം ഒക്കെ നടക്കുന്ന ടൈമിൽ ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ എക്സാം വരില്ലേ, ആ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുക. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി. അതൊക്കെ ക്ലാസ്സിൽ തന്നെ പഠിക്കുക. നമ്മൾ ഈ സെൽഫ് സ്റ്റഡി ടൈമിൽ മാത്സും ഇംഗ്ലീഷും ഒന്നും പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട. അതൊക്കെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ട് വരിക. പിന്നെ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകും. ബാക്കിയുള്ള ടൈം മൊത്തം നമ്മൾ നീറ്റിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് വേണ്ടിയിട്ട് നീറ്റിലെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ഇപ്പോൾ ഡിസംബർ ജനുവരി വരെ നിങ്ങൾ പ്ലസ് വണ്ണിൽ പെൻഡിങ് ഉള്ളതൊക്കെ തീർത്ത് വെക്കുക. പ്ലസ് ടു ഓൺഗോയിങ്, അതിൻ്റെ കൂടെ തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പോകുക. അത് കഴിഞ്ഞ ഉടനെ ജനുവരി to ഫെബ്രുവരി ഫുൾ മോക്ക് എക്സാം എഴുതുക. പ്ലസ് ടു ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്യുക. NCERT എക്സസൈസ് ചെയ്യുക, NCERT എക്സാമ്പിൾ ചെയ്യുക. അങ്ങനത്തെ പെൻഡിങ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കുക. മാർച്ചിൽ കംപ്ലീറ്റ്ലി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം ഫുൾ നമ്മളെ നീറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അത് കംപ്ലീറ്റ് ഇതുവരെ പഠിച്ച ഫുൾ റിവിഷൻ, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ റിവൈസ് ചെയ്യുക, കോൺസെപ്റ്റ് റിവൈസ് ചെയ്യുക, ബയോളജി വായിക്കുക. അങ്ങനെ ഏപ്രിൽ മാസം നമ്മൾ ഭയങ്കര എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണം. ഈ ഒരു ജേർണിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്. ഇതുവരെ വൃത്തിക്ക് പഠിച്ചിട്ട് ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാൽ നമ്മളെ നീറ്റിനെ അത് നല്ലോണം ബാധിക്കും. എനിക്ക് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളൊരു ഫാൾട്ട് അത് തന്നെയാണ്. ഏപ്രിൽ മാസത്തിൽ നമ്മൾ കൂടുതൽ മോക്ക് എക്സാം എഴുതുന്നു വേണ്ട. ഏപ്രിലിൽ ഒരു 1.5 അല്ല ആഴ്ചയിൽ 2-3 ഒക്കെ മോക്ക് എക്സാം എഴുതിയാൽ മതി. ബാക്കിയുള്ള ടൈം മൊത്തം നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ റിവൈസ് ചെയ്യണ്ടേ. ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്യാനുണ്ട്, ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാനുണ്ട്, കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാനുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് റിവിഷനാണ് ഏപ്രിൽ മാസത്തിൽ കൊണ്ടുപോകേണ്ടത്.
പിന്നെ ഈ ഫുൾ മോക്ക് എക്സാം ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാ പബ്ലിക്കേഷൻസും അവൈലബിൾ ആക്കുന്നുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് എഴുതിയിട്ട് നോക്കാം. കുറേ പബ്ലിക്കേഷൻസും കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മെമോനീറ്റ് ആപ്പിലും അതുപോലെ ഫുൾ മോക്ക് എക്സാംസ് അവൈലബിൾ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുൾ മോക്ക് എക്സാംസ് അവരുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തന്നെ വിശ്വസിക്കുന്നു. മെമോനീറ്റ് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്, നിങ്ങൾക്കത് പ്രിപ്പറേഷനിൽ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളെ ഒന്ന് സ്വന്തം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.